നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ ഇതുകൊണ്ട് ആരെയും കൊല്ലാനൊന്നും കഴിയില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഇത് ഞങ്ങൾക്ക് ജ്യൂസിൽ കലക്കി തന്നത്? അത് പിന്നെ ഇത് സ്ഥിരമായി കഴിച്ച തളർച്ച ഉണ്ടാവുമെന്ന് സിദ്ധം പറഞ്ഞതുകൊണ്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ. മിണ്ടി പോവരുത്. പരീക്ഷിച്ചു നോക്കാൻ ഞങ്ങളെന്താ ഗിനിപ്പന്നികളാണോ? ഞാൻ ഇപ്പൊ തന്നെ ഇത് അമ്മയെ അറിയിക്കും. എല്ലാവരെയും വിളിച്ചു കൂട്ടും. എല്ലാവരുടെ മുൻപില് ഇതെന്താണെന്നും നിങ്ങൾ ഇത് എന്തിനാ ഇവിടെ കൊണ്ടുവന്നതെന്നും മറുപടി പറഞ്ഞേ പറ്റൂ. കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ ഞങ്ങൾക്ക് ഇത് ജ്യൂസിൽ കലക്കി തരുന്നുണ്ട്. ഞങ്ങളെ രണ്ടുപേരെയും തളർത്തി കിടത്താനായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം അല്ലേ? രോഗികളായി ഞാനും അമ്മയും എഴുന്നേക്കാൻ വയ്യാതെ കിടന്ന നിങ്ങൾക്ക് ഈ വീടിന്റെ ഭരണം ഏറ്റെടുക്കാലോ അല്ലേ? നിങ്ങളുടെ ബുദ്ധി കൊള്ളാം. ദർശനെ സംഭവിച്ചു പോയി. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഒന്ന് പരീക്ഷിച്ചു നോക്കുക മാത്രമേ ആയിരുന്നുള്ളൂ എന്റെ ഉദ്ദേശം. ദേവി ഇത് ചേച്ചിയുടെ കാര്യം പറയരുത്. നാണമില്ലേ നിങ്ങൾക്ക് എന്റെ മുൻപിൽ നിന്ന് ഇങ്ങനെ യാചിക്കാൻ? ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് പറയരുത് പോലും. കൊലപാതക ശ്രമത്തിന് നിങ്ങളുടെ പേരിൽ കേസ് എടുക്കേണ്ടതാ. ഈ വിഷവും ലാബിലെ റിപ്പോർട്ടും ചേർത്ത് പോലീസിൽ കേസ് കൊടുത്ത് നിങ്ങളെ അകത്താക്കുക വേണ്ടത്. അയ്യോ ദർശനെ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. നീയും ചേച്ചിയും ഇതാകെ 3-4 തവണ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. 1 മാസത്തിലധികം ഇത് തുടർച്ചയായി കഴിച്ചാൽ മാത്രമേ ഈ മരുന്നിന് ഫലം ഉണ്ടാകൂ. അത് സിദ്ധം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തലവേദനയാണെന്ന് നിങ്ങൾ അറിഞ്ഞ ദിവസം മുതൽ നിങ്ങൾ എന്നോട് സ്നേഹം കാണിച്ച് ഇത് ജ്യൂസിൽ കലക്കി തന്നു. അമ്മയ്ക്കും തീരെ വയ്യാന്ന് പറഞ്ഞപ്പോ ജ്യൂസിൽ കലക്കി അമ്മയ്ക്കും കൊടുത്തു. തുടർച്ചയായി 1 മാസം കഴിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പെട്ടിക്കകത്തായനെ അല്ലേ? ദർശനെ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ ഇതാരോടും പറയരുത്. ഞാനൊരു തമാശയ്ക്ക് ചെയ്തു നോക്കിയതാ. ഞങ്ങളുടെ ജീവൻ വെച്ചിട്ടാണോ നിങ്ങൾ തമാശ കളിക്കുന്നത്? ഇനി നിങ്ങൾ ഒരു തമാശയും കളിക്കില്ല. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ദർശനെ പ്ലീസ്, ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഈ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്ക്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി ഒരു അക്ഷരം മിണ്ടിയ എന്റെ കൈ നിങ്ങളുടെ കരണത്ത് പതിയും. അത് വേണ്ടെങ്കിൽ ഇനി എന്നെ തടയരുത്. നീ എന്നെ വേണമെങ്കിൽ തല്ലിക്കോ. ഇതെന്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധം. ഇതേ അബദ്ധമല്ല, മനഃപൂർവം കരുതി കൂട്ടി നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതാ. ഇതിന് നിങ്ങൾക്ക് ജയിൽ ശിക്ഷയാ കിട്ടേണ്ടത്. ദർശനെ, ദയവ് ഇത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇതെങ്ങനെ ചേച്ചി അറിഞ്ഞ ഞങ്ങൾ ഇവിടെ ഇറക്കി വിടും. പിന്നെ ഇവിടെ ആകെ പ്രശ്നമാവും. ഈ കുടുംബം തകർന്ന് തരിപ്പണാവും. അതിനു വേണ്ടിയാണല്ലോ നിങ്ങൾ ഇതൊക്കെ ചെയ്തത്. നിങ്ങൾക്ക് ഈ മരുന്ന് എവിടുന്നാ കിട്ടിയത്? ആരാ തന്നത്? എനിക്ക് ഒരു സിദ്ധൻ തന്നതാ. ഇനി ഞാനിത് ആവർത്തിക്കില്ല ഒരിക്കലും. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഉളുപ്പില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? കാല് പിടിക്കാൻ പോലും. ഈ കാര്യം അമ്മയോട് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനിത് പറയുക തന്നെ ചെയ്യും. എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇത്രയും താഴ്ന്ന് നിന്നോട് യാചിച്ചിട്ടും നീ ഇത് ചേച്ചിയോട് പറയുമെങ്കിൽ പിന്നെ എനിക്കൊന്നേ ചെയ്യാനുള്ളൂ. ഞാൻ ആത്മഹത്യ ചെയ്യും.
എന്നെ മാനസികമായി പീഡിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്തെന്ന് എഴുതി വെക്കും. ദർശനെ, എന്റെ മോൾ, അവളെ ഓർത്തെങ്കിലും ഇപ്പൊ നീതി ചേച്ചിയോട് പറയരുത്. പറഞ്ഞ എനിക്ക് വേറെ വഴിയില്ല. എന്റെ മരണത്തിന് നീ മറുപടി പറയേണ്ടി വരും. ആത്മഹത്യാ ഭീഷണിയുടെ ഈ നാടകമൊന്നും നിങ്ങൾ എന്റെ മുന്നിൽ കാണിക്കണ്ട. ഞാനതിൽ അലിഞ്ഞു പോവുകയുമില്ല. ഈ ചെയ്ത തെറ്റിന് നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. പക്ഷെ ഇത്രയും യാചിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഞാൻ ഒരു സൗജന്യം അനുവദിച്ചു തരാം. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. തൽക്കാലം ഈ കാര്യം ഞാനിപ്പോ അമ്മയുടെ അടുത്ത് പറയുന്നില്ല എന്ന് കരുതി ഒരിക്കലും പറയില്ല എന്നല്ല അർത്ഥം. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായ ആ നിമിഷം ഞാനിത് അമ്മയോട് പറയും. ഞാൻ നമ്മുടെ ഈ സംഭാഷണം മുഴുവൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ദാ കേട്ടു നോക്ക്. ദർശനെ, എന്താ? ദർശനെ, ക്ഷമിക്കണം. ദേവി, ഇത് ചേച്ചിയോട് ഇക്കാര്യം പറയരുത്. നീ പറഞ്ഞത് ശരിയാ, ഇത് വിഷം തന്നെയാ. ഇത് തെളിവാ, നിങ്ങൾക്കെതിരെയുള്ള തെളിവ്. നിങ്ങളുടെ വോയിസ് റെക്കോർഡും ഈ മരുന്നും ഇതെന്റെ കയ്യിൽ ഭദ്രമായി ഞാൻ സൂക്ഷിച്ചു വെക്കും. ഇനി ഒരിക്കൽ കൂടി ഇതുപോലെ എന്തെങ്കിലും ചെയ്ത അതോടെ തീരും മരുവത്തൂരിലെ ഗിരിജയുടെയും കുടുംബത്തിന്റെയും ജീവിതം. പിന്നെ നിങ്ങൾ മരിച്ചാലും ജീവിച്ചാലും എനിക്കൊന്നുമില്ല. ഈ അവസരം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഭിക്ഷയാണ്. എന്റെ ദയ അതിന്മേലാണ് ഇനി ഈ വീട്ടിൽ നിങ്ങളുടെ ജീവിതം. ഓർത്തോ? ഇത്രയും സാധനങ്ങളൊക്കെ വേണോ? വേണ്ടി വരും. അതെങ്ങനെ സാറിന് അറിയാം? ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ട്. നിനക്ക് കാണണമെങ്കിലേ നീ മൊബൈലിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ പാത്രങ്ങളൊക്കെ ആയിട്ട് പൊക്കോ. അകത്ത് വേറെ ഒരുപാട് പാത്രങ്ങളുണ്ട്, ഞാൻ ഇതൊക്കെ എടുത്തോണ്ട് വരാം. ശരി, വാ വിഷ്ണു.